ഹലോ ഗൈസ്, നമുക്ക് ഈസി ആൻഡ് അടിപൊളി ഒരു ടേബിൾ ലാമ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കുറച്ച് കട്ടിയുള്ള ഒരു 3 പേപ്പറാണ് എടുത്തേക്കുന്നത്. അതിൽ 2 പേപ്പർ പോലെ ഇങ്ങനെ ഗം വെച്ചിട്ട് ഒട്ടിക്കാം. അതായത് 2 സൈഡിലും ഇങ്ങനെ ഒരു സിലിണ്ടർ ഷേപ്പായിട്ട് ഇതിനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 3ാമത്തെ പേപ്പർ എടുക്കാം. അതിൽ ഗമ്മ് തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അതായത് മെയ്ത് വെക്കുക, എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഗം വെച്ചിട്ട് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിച്ച് കിട്ടും. എന്നിട്ട് ബാക്കിയുള്ള എക്സസ് പേപ്പറൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഷേപ്പിലുള്ള ഒരു കണ്ടെയ്നർ കിട്ടും. ഇനി നമുക്ക് ഇതേപോലത്തെ ലോങ് ആയിട്ടുള്ള പൈപ്പ് എടുക്കുക. അതിലത്തെ ചെറിയ പൈപ്പും വേണം, വലുതും വേണം. ചെറുത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കുക. എന്നിട്ട് അതിൽ ഒരു ഫയർ ലൈറ്റ് ഞാൻ വെച്ചെടുക്കുകയാണ്. ഫയർ ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കാൻ കുറച്ച് പ്രശ്നമാണ്, പക്ഷെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് വലിയ പൈപ്പ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നമുക്ക് ആ ലാമ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പെട്ടി വേണം, അല്ലെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു വാച്ചിൻ്റെ പെട്ടിയാണ്. പിന്നെ അതിൻ്റെ മേലത്തെ സംഭവങ്ങളൊക്കെ കളയാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് വൈറ്റ് തയ്ച്ചെടുത്തു. അപ്പോൾ വൈറ്റ് കൊണ്ട് കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് അടിച്ചെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ലോങ് പൈപ്പ് അതിൽ വെച്ചെടുത്തിട്ട് നമ്മളുടെ പേപ്പർ ലാമ്പ് അതിൻ്റെ മേലേക്ക് ഫിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ലാമ്പിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. പിന്നെ ലാമ്പിന് കുറച്ചും കൂടി ലുക്ക് വരാൻ വേണ്ടി സാറ്റിൻ റിബൺ ഇതിൻ്റെ മേലെയും താഴെയും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലാമ്പിൻ്റെ മൊത്തത്തിലുള്ള പരിപാടി കഴിഞ്ഞു. ലാസ്റ്റ് ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോൾ ലാമ്പ് കാണാൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയും. ഇത് ഈസി ഉണ്ട്, വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലാമ്പാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.